സർ നമസ്കാരം. നമസ്കാരം സർ, തമിഴ്നാട് രാഷ്ട്രീയം നമ്മളെപ്പോഴും ചർച്ചയിൽ ഉൾപ്പെടുത്തുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഈ ഇന്ത്യയിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സിനിമ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെയാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയം ഈ കുറേ കാലങ്ങളായി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും വലിയൊരു ട്വിസ്റ്റായിട്ടാണ് ഇപ്പോൾ ഒരു സിനിമയുടെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അതിലെ ദളപതി എന്ന് പറയപ്പെടുന്ന വിജയ്, ഇപ്പോൾ വിജയ് ജോസഫ് അതിലേക്ക് CM ആയിട്ട് വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമസഭ മുമ്പൊക്കെ നമ്മൾ കേരളത്തിൽ നമ്മൾ കാണുമ്പോഴൊക്കെ പോയി കണ്ടിരുന്നാൽ നമുക്ക് അപ്പം തന്നെ പുറത്തിറങ്ങി വരാൻ തോന്നും. ഇനി TV-യിൽ കാണുകയാണെങ്കിൽ പോലും സഭയിൽ സഭാ TV-യിൽ കാണുമ്പോൾ പോലും നമുക്ക് അവിടെ കാണാനുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ജസ്റ്റ് കണ്ടും അതിൽ ആരെങ്കിലും നന്നായി സംസാരിച്ചാൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ തമിഴ്നാട് നിയമസഭയിൽ നമുക്ക് കാണുമ്പോൾ ഒരു സിനിമ, അതായത് വിജയുടെ ഒരു മാസ് പടം അല്ലെങ്കിൽ വിജയുടെ ഒരു സൂപ്പർ സ്റ്റോറി അല്ലെങ്കിൽ മറ്റുള്ള രജനീകാന്തിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഫീലാണ് നിയമസഭയ്ക്കകത്ത് നമുക്ക് കാണാനുണ്ടാകുന്നത്. സാർ, എങ്ങോട്ടാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയം അല്ലെങ്കിൽ വിജയുടെ ഇപ്പോൾ ഈ ഭരണം എങ്ങോട്ടാണ് മുന്നോട്ട്, എങ്ങനെയാണ് അത് മുന്നോട്ട്? അത് വളരെ നല്ല ചോദ്യമാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന വിജയ് ആണോ ഇപ്പോൾ വിജയ് ആയി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നതെന്ന് പലർക്കും പല സംശയങ്ങളുണ്ട്. അതായത് സിനിമയിൽ വന്നതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വിജയുടെ സിനിമയിലെ റോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്ന് വലിയ പരാതികൾ അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങൾ ഉന്നയിക്കുന്നില്ല, ഭരണപക്ഷം ഉന്നയിക്കുന്നില്ല. ഭരണപക്ഷത്തിലുമുണ്ട്, ഭരണപക്ഷത്തിൽ CPM പോലുള്ള പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും വിജയ് തൻ്റെ ഒരു ശൈലിയിലാണ് പോകുന്നത്. വിജയുടെ ഡ്രസ്സ് തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഡ്രസ്സല്ല, ഒരു CEO ഡ്രസ്സാണ്. കാരണം ഞാൻ ഡിഫറൻ്റാണ്, എല്ലാത്തിലും ആ ഡിഫറൻസ് ഉണ്ടാവും എന്ന് വിജയ്. എനിക്കൊരു CEO ഡ്രസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചുള്ള ഡ്രസ്സല്ല, ഒരു വിദേശ ഒരു ഡ്രസ്സായിട്ടാണ്. അതായത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ഇടുന്ന പോലത്തെ ടൈയും കോട്ടൊക്കെ പണിഞ്ഞിട്ടുള്ള CEO, അതായത് ഒരു കമ്പനി മാനേജർ. അത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ്. നമുക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടും രാഷ്ട്രീയ രീതികളും ഉണ്ടായിരുന്നു. ആ മാറ്റങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞത് നേരെ വിദേശ രീതിയിലുള്ള ഒരു ഡ്രസ് കോഡാണ് അദ്ദേഹം. അതിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അതെ, ഈ കതർ ധരിച്ച് അവിടെ ശകലം കീറി വെച്ച് അല്ലെങ്കിൽ ഞാൻ വളരെ ലളിതമായി ജീവിക്കുന്നുവെന്ന് കാണിക്കുകയും പിന്നീട് ആർഭാടമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് താൻ ഇങ്ങനെയായിരുന്നു, ഇന്നലെ ഇങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെ ആയിരിക്കും, നാളെയും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന വിജയ്. ആ വിജയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി യുവാക്കളുണ്ട്, ഒത്തിരി സാധാരണക്കാരുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഇത് പിടിക്കുന്നില്ല. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പരമ്പരാഗത രാഷ്ട്രീയക്കാർ. DMK ഇതിനെ എതിർക്കുന്നു, ADMK എതിർക്കുന്നു, അതുപോലെ തന്നെ CPM CPI കോൺഗ്രസ് പിന്നൊന്നും മിണ്ടുന്നില്ല. എങ്കിലും അവർക്കുമൊക്കെ ഇത് പോരാ, രാഷ്ട്രീയത്തിൽ ഇങ്ങനെയല്ല, സഹിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരാളെ വിമർശിക്കണമല്ലോ, എങ്കിലല്ലേ അയാളെ ഒന്ന് കൊച്ചാക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർക്ക് വിജയോടൊപ്പം വലുതാവാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് വിജയെ ഒന്ന് കൊച്ചാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്നിടത്തൊക്കെ അവർ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പാഠം പഠിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ വിജയ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വിജയ് എനിക്കൊരു വഴിയുണ്ട്, ആ വഴി ഞാൻ പോകും, ഒരു പ്രാവശ്യം ഞാൻ പറയുള്ളൂ, അത് നടന്നിരിക്കണം. ഇതൊക്കെയാണ് വിജയുടെ നിർബന്ധം. അതൊരു സിനിമ സ്റ്റൈലാണ്. അതായത് DMK എന്ന് പറഞ്ഞാൽ DMK ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും പുറകോട്ടായിരുന്നു. സ്റ്റാലിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്. സ്റ്റാലിൻ സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ ഈ അറ്റകൈക്ക് മാത്രമേ എടുക്കുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പാറ പോലെ നിൽക്കും. അതൊരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. കാരണം എന്ത് കാര്യം എടുക്കുന്നതിന് മുമ്പും ഒരു വട്ടം ആലോചിച്ചിട്ടേ അവർ ചെയ്യാറ്. ഒരു വട്ടമല്ല, ഈ വിജയ് ഇദ്ദേഹം പലവട്ടം ആലോചിക്കും. അതുകൊണ്ട് പല കാര്യങ്ങളും നടക്കാറില്ല. പിന്നെ വിജയുടെ മറ്റൊരു പ്രത്യേകത, എനിക്ക് പണമൊന്നും വേണ്ട, പക്ഷെ പണം നേടാനായിട്ട് നോക്കുന്നത് എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിലും ഞാൻ അവരെ ഒഴിവാക്കും, വെട്ടും എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ തൃപ്തമായിട്ടുണ്ട്. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് കൂടുമ്പോഴും പറയുന്നതാണ്, ഞാൻ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രയും വേഗം ജനങ്ങളിൽ എത്തിക്കണം, നടപ്പിലാക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ നല്ല ഗുണങ്ങളായിട്ട് പൊതുവെ എല്ലാവരും വീക്ഷിക്കുന്നത്. ശരിയുമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. ആയിക്കോട്ടെ സാർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ സ്റ്റൈലാണ് ഒരു കുട്ടിക്കഥ പറയുക. അതായത് ഇദ്ദേഹം മുമ്പ് സ്റ്റേജ് ഷോയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കഥ ജനങ്ങളും കുട്ടികളും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് ആരാധന ഒന്നുകൂടി കൂടുന്നത്. അതേപോലെ നിയമസഭയിലും ഇദ്ദേഹം ഒരു കുട്ടിക്കഥ പറയുകയും അവസാനം സ്റ്റാലിന് തപ്പുന്ന രീതിയിൽ അച്ഛൻ എവിടെ എന്ന് പറഞ്ഞ് തപ്പുകയൊക്കെ ചെയ്ത ഒരു ഭയങ്കര സ്റ്റോറി. ഇതിനെതിരെ CPM വരെ
തിരിഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന CPM വരെ പറഞ്ഞു ഇത് നിയമസഭയാണ്, അതിനനുസരിച്ച് നിങ്ങളിത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നു, പെട്ടെന്ന് മുഖ്യമന്ത്രിയാവുന്നു, രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നു. ഇതൊക്കെ കണ്ട് അവിടുത്തെ സിനിമ, ഈ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം സിനിമയാണ്. അതായത് അതിൽ സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കരുണാനിധി പോലും എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അല്ലെങ്കിൽ ഒരു സോങ് എഴുതുന്ന ആളാണ്. അങ്ങനെ ഓരോരുത്തരും ആ സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് അതിൽ വന്നിരിക്കുന്നത് മുഴുവൻ. MGR ആണെങ്കിലും ജയലളിത ആണെങ്കിലും ഒക്കെ അങ്ങനെ ആയിരുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ അവിടുത്തെ സിനിമാക്കാർക്കൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള മോഹം ഇത് തുടിച്ചു നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. അതിലിപ്പോൾ രജനീകാന്ത് വരെ ഇറങ്ങാതെ പോയത് വലിയ അബദ്ധമായോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇപ്പോൾ രജനീനെ പിടിച്ച് തള്ളി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വട്ടം അണ്ണാമലയായിട്ടുള്ളൊരു ടൈപ്പിന് നിൽക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പോൾ അവിടുത്തെ അടുത്തൊരു സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു നല്ലൊരു നടൻ എന്നറിയപ്പെടുന്ന സൂര്യ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് ഈ വിജയുടെ ഇത് കണ്ടിട്ട് വരാൻ പോകുകയെന്ന് പറയാം. പക്ഷേ ഈ സൂര്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സേവനം ചെയ്യുന്ന ഒരാളാണ്. ആ സേവനം അദ്ദേഹം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് ഡോക്ടറായി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ടീം തന്നെയുണ്ട്. ഇതിനു വേണ്ടി ഒരു ടീം തന്നെ വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം എല്ലാം ചെയ്തുകൊണ്ട് ഒരു വലിയ ലെവലിലേക്കാണ് അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചു വരുന്നത്. വിജയ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വിജയ് ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സഹായിക്കുക ഈ ലാസ്റ്റ് ഇലക്ഷൻ വരുന്നതിന് മുമ്പാണ് സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ നടത്തിയത്. അപ്പോൾ ഈ സൂര്യ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സൂര്യ വരുന്നു, അണ്ണാമല നിലവിലുണ്ട്, വിജയ് വരുന്നു. ഇപ്പോൾ AIADMKയും DMKയും മാറി നിൽക്കുകയാണ്. AIADMK പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഈ സൂര്യ വരുന്നത് സാർ എങ്ങനെയാണ് കാണുന്നത്? അത് എനിക്ക് ആദ്യമായി പറയാനുള്ളത് രതീഷ് പറഞ്ഞ ആ ഒരു ഡയലോഗാണ്. അതായത് തമിഴ്നാട് സിനിമ, തമിഴ്നാട് രാഷ്ട്രീയം ഇത് രണ്ടും ഇഴചേർന്ന് കിടക്കുകയാണ്. അവിടുത്തെ എല്ലാ ആദ്യം കാമരാജ് ഒഴിച്ച് ബാക്കി ഏതാണ്ട് മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ അങ്ങനെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായത് പനീർശെൽവവും പിന്നെ നമ്മുടെ എടപ്പാളി പളനിസ്വാമിയാണ്. രണ്ടുപേരും ഫ്ലോപ്പായി. അതിൽ നിന്ന് മനസ്സിലാകാമല്ലോ, സിനിമയില്ലെങ്കിൽ അവിടെ മുഖ്യമന്ത്രിക്ക് നിലയില്ലാത്ത അവസ്ഥയാണ്. ഈ രണ്ടുപേർക്കും വ്യക്തിത്വം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ എടപ്പാടി പളനിസ്വാമിക്ക് കുറച്ചുകൂടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് യാതൊരു ഇമ്പാക്റ്റും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം അതല്ല അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്ലാമർ താരതയാണ്. അവർ ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മികവുകൾ വേണം. ഇപ്പോൾ കരുണാനിധി കാണാൻ മികവില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലൊക്കെ ഒരു സിനിമ രീതിയുണ്ട്. പ്രസംഗിക്കുമ്പോൾ പോലും ആ ഒരു ഇതുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റാലിൻ സിനിമയിലില്ലെങ്കിലും സിനിമയിലുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ തിളങ്ങിയൊന്നും ഇല്ലെങ്കിലും സ്റ്റാലിനും ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഉദയനിധി സ്റ്റാലിൻ അതിനേക്കാൾ കൂടുതലുണ്ട്. നായകനായിട്ട് വരെ വന്നു. നായകനായിട്ട് വലിയ ശോഭിച്ചൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെയുണ്ട്. വിജയ് ഇപ്പോൾ വന്നപ്പോൾ അതുകൊണ്ടാണ് ഈ ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് ബുദ്ധിമാനായ നരേന്ദ്രമോദി പറഞ്ഞത് നമുക്ക് വേറെ ആരും വേണ്ട, രജനീകാന്ത് വന്നാൽ മതി. രജനീകാന്തിന് അദ്ദേഹം ക്ലാസ് എടുത്ത് വെച്ചിരുന്നതാണ്. നിങ്ങൾ ചുമ്മാ പടമായിട്ട് നിന്നാൽ മതി, ഞങ്ങളുടെ ആളുകളുണ്ട്, അവരെല്ലാം കൂടെ നിങ്ങളെ പോയിക്കൊണ്ട് നടന്നോളും, ഒരു പ്രശ്നവുമില്ല, നിങ്ങളായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് സന്തോഷിച്ച് റെഡിയായി വന്നതാണ്. പക്ഷേ ഈ സിനിമാ നടന്മാരിൽ ചിലർക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് വളരെ ലോലമാണ്, സങ്കോചമല്ല, ലോലമാണ്. കാരണം ഈ ലോല മനസ്സിനെ ഏതുവാകാൻ പറ്റുള്ളൂ. കട്ടിയായ മനസ്സുള്ളവന് ഇപ്പം നരേന്ദ്രമോദിയോട് അഭിനയിക്കാൻ പറഞ്ഞാൽ പുള്ളിക്ക് പറ്റിയിട്ടിരിക്കില്ല. കാരണം വെച്ചാൽ പുള്ളിയുടെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു സ്റ്റൈലുണ്ട്, അതിലേ പോകാൻ പറ്റുള്ളൂ. അതിൽ പക്ഷേ സിനിമാ നടൻ അങ്ങനെയല്ല. മമ്മൂട്ടിക്കും മോഹൻലാലിനും പിന്നെ രജനീകാന്തിനും ഒക്കെ ഏത് വേഷവും ആടാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവർ റൗഡിയായിട്ട് വരും, അടുത്ത സെക്കൻഡിൽ പോലീസ് ഓഫീസറാവും, അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അഭിനയിക്കും, അത് അടുത്ത സെക്കൻഡിൽ കുടുംബനാഥനായി അഭിനയിക്കും. ആ ചേഞ്ച് ഓവർ അവരുടെ മനസ്സ് വളരെ ലോലമായതുകൊണ്ടാണ്. ഈ ലോല മനസ്സിൻ്റെ ഒരു കുഴപ്പം ഈ വലിയ വെയിറ്റ് താങ്ങാൻ പറ്റില്ല. ഇദ്ദേഹം സിനിമയിൽ മുഖ്യമന്ത്രിയാകാൻ പറഞ്ഞാൽ തകർപ്പൻ മുഖ്യമന്ത്രിയായിട്ട് ആ ഷോട്ട് എടുക്കും, കട്ട് എന്ന് പറയുമ്പോൾ നിർത്തിയിട്ട് പോകും. പക്ഷേ ഇത് കട്ട് ചെയ്യാൻ നോക്കില്ല. ഇത് 365 ദിവസവും മുഖ്യമന്ത്രിയായിട്ട് നിൽക്കണം. ആ ആദിയാണ് അദ്ദേഹത്തിന് അസുഖത്തിൽ കൊണ്ടെത്തിച്ചത്. വെപ്രാളം പിടിച്ചുപോയി. അപ്പോൾ ഈ നരേന്ദ്രമോദി പ്രവർത്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ ജയലളിത പണ്ട് പ്രവർത്തിച്ച പോലെ, അല്ലെങ്കിൽ ഇപ്പം എന്നെ കൊണ്ട് പറ്റുമെന്നൊരു ചിന്ത, അതാണ് രജനീകാന്ത്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടുകാരനല്ലായിരുന്നു, അദ്ദേഹം കർണാടക പേഴ്സണാണ്. അപ്പം അങ്ങനെ ഒരു വിമർശനം അതിൻ്റെ ഇടയിൽ തുടങ്ങി. അതൊക്കെ ഇവർ പറഞ്ഞ് ക്ലിയർ ആക്കിയതാണ് പറയുന്നത്. അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ കൈപൊക്കിയാൽ അവിടെ ജനം വീഴും. ഇത് ശരിക്കും പറഞ്ഞാൽ വിജയ്ക്ക് മുമ്പേ ഇദ്ദേഹം വന്നിരുന്നെങ്കിൽ വിജയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ പോണില്ല. ആ വിധത്തിൽ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം ആശുപത്രിയിൽ പോയി കിടന്നു, ചികിത്സ വന്നു, എനിക്ക് ആരോഗ്യമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് വലിയാണ്. അപ്പോൾ പിന്നെ നരേന്ദ്രമോദി മനസ്സിലാക്കി ഇയാൾക്ക് അതിനുള്ള ഒരു
ആംബിയർ കുറവുണ്ടോ എന്നൊരു സംശയം തോന്നി പതുക്കെ ഉപേക്ഷിച്ചതാണ്. എന്നിട്ടാണ് അണ്ണാമലെ ആ രീതിയിൽ പൊയ്ക്കൊണ്ടുവന്നത്. അപ്പോൾ അണ്ണാമലെ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ എന്ത് വെച്ചെന്ന് വെച്ചാൽ അതൊരു റിയൽ സിംഗമായി പോയി. അവിടെ ഒരു റിയൽ സിംഗവും കൂടെ വേണം, ആ റിയലിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ കിട്ടണമായിരുന്നു. പക്ഷേ അണ്ണാമലെ കറക്റ്റ് പ്രൊജക്ഷൻസാണ് കൊടുത്തത്. ആ പ്രൊജക്ഷനിലാണ് വിജയ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം മീറ്റിംഗ് തന്നെ അതായിരുന്നു. അതായത് സ്റ്റാലിൻ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര കൊടുത്തു, സ്ത്രീകൾക്ക് കാശ് കൊടുത്തു. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതല്ല അവരുടെ സുരക്ഷ. ഒരു സ്ത്രീയെ ഒരുത്തും തുടരരുത്. അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒറ്റ സ്ത്രീകളുടെ സുരക്ഷയിൽ നമ്മൾ കുറവ് വരുത്തരുത്. നമ്മൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഏത് സ്ത്രീക്കും രാത്രി 12 മണിക്ക് നടക്കാം. അതുപോലെ ആയിരിക്കണം ചെന്നൈ മുതൽ കന്യാകുമാരി വരെ എന്നാണ് വിജയ് ചിന്തിക്കുന്നത്. അപ്പോൾ വിജയ് അത് പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒറ്റ ബലാത്സംഗം അല്ലെങ്കിൽ ഒറ്റ കേസുകൾ വരാതിരിക്കാൻ നോക്കുന്നത് നിങ്ങളുടെ കടമയാണ്. ഡി ജി പിയോട് പറഞ്ഞു, സെക്രട്ടറിമാരുടെ മീറ്റിംഗിൽ ആഭ്യന്തര സെക്രട്ടറിയോടൊക്കെ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളുടെ സുരക്ഷ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അതിനുള്ള സൗകര്യങ്ങൾ, അതെനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റാളുകളിലും നല്ല ഭക്ഷണം, ഒരു വിധത്തിലും മോശമില്ലാത്ത ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. പിന്നെ ജയിലിൽ അവർക്ക് ഇച്ചിരി മോശം ഭക്ഷണം കൊടുത്താൽ മതി, സാധാ ഭക്ഷണമൊക്കെ കൊടുത്താൽ മതി. പക്ഷേ അവരുടെ ചിക്കനും മട്ടനും ഒക്കെ കട്ട് ചെയ്തിട്ട് അത് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കണം. സ്കൂൾ കുട്ടികൾ അവർ പഠിക്കുന്നവരാണ്. അവരുടെ ശാരീരികവും മാനസികമായ ശക്തി ഉണ്ടാകുന്നതിന് ശരീരശക്തി വളരെ പ്രധാനപ്പെട്ടതാണ്, അത് കൊടുക്കണം. അവരെ എക്സസൈസ് ചെയ്യിക്കണം, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളതാക്കി മാറ്റണം. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം, ഞാനതാ പറഞ്ഞ, ഒരു CEO എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ കമ്പനിയെ ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ ആ സംസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. ഈ പിക്ചറിലേക്കാണ് സൂര്യ കടന്നു വരുന്നത്. നമ്മൾ ആ ചോദ്യത്തിലേക്കാണല്ലോ വന്നത്. സൂര്യക്ക് ഇപ്പോൾ അല്പം ഒരു പ്രശ്നമുണ്ട്. സൂര്യ എത്ര കേമനാണെന്ന് പറഞ്ഞാലും ഒരു കസേര ഒഴിഞ്ഞു കിടക്കുമ്പോൾ അവിടെ കയറിയിരിക്കാൻ എളുപ്പമാണ്. ഇനി വേണ്ടതെന്നറിയാമോ, വിജയെ കവച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ വിജയെ തള്ളിയിടുന്ന ഒരു പൊസിഷൻ എടുത്താലേ സൂര്യക്ക് പെട്ടെന്ന് കയറി അതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൂര്യക്ക് അവിടെ ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടപ്പില്ല. ഇന്നലെ എടപ്പാടിയും അല്ലെങ്കിൽ സ്റ്റാലിനും ഇട്ടിരുന്ന കസേര, ആ കസേര എപ്പോൾ വേണോ തട്ടി മാറ്റാവുന്നതായിരുന്നു. നിസ്സാരമായിട്ട് വിജയ്ക്കോ രജനീകാന്തിനോ സൂര്യയ്ക്കോ തട്ടി മാറ്റാവുന്ന കസേരയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അവിടെ ഒരു സിംഹം ഇരിപ്പുണ്ട്. ആ സിംഹം റിയൽ സിംഹമാണ്. ആ റിയൽ സിംഹത്തിനെ തട്ടി മാറ്റണമെങ്കിൽ സ്വല്പം പണിയുണ്ട്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടില്ലേ, കരൂരിൽ അപകടം ഒരു കെണിയായിരുന്നു. അത് സെന്തിൽ ബാലാജി ബാക്കിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത കെണിയാണ്. ജനലക്ഷങ്ങൾ വരുമ്പോൾ DMKയുടെ കെണിയായിരുന്നു. ബാലാജി സ്റ്റാലിനുമായിട്ട് ചേർന്ന് ചെയ്തതാണ്. പക്ഷേ അത് അന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പോലീസില്ലായിരുന്നു, അഡ്മിനിസ്ട്രേഷനിലായിരുന്നു. കറണ്ട് കട്ട് ചെയ്തു, പോലീസ് പതുക്കെ മാറിക്കൊടുത്തു, സ്റ്റാമ്പേഡ് ഉണ്ടായി, 41 പേരുടെ മരണമുണ്ടായി, അത്രയും കുടുംബങ്ങളെ ഇതാക്കി പുള്ളിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന അവസ്ഥ. ഇന്നത്തെ വിജയ് അങ്ങനെയല്ല. ഇന്നത്തെ വിജയ് അവനെ പോയി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ യെസ് സാർ എന്ന് സെല്യൂട്ട് അടിച്ച് നിൽക്കുന്ന പോലീസാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആണ്. ആ ബാക്ക്ഗ്രൗണ്ടിനെ തകർക്കുന്ന ഒരു രജനീകാന്ത്, തകർക്കുന്ന ഒരു സൂര്യ ഒക്കെ വന്നാലേ ഇനി പെട്ടെന്ന് ആ പീഠം മറിച്ചിടാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ബുദ്ധിമുട്ടാണ്. ലോങ് റണ്ണിൽ പക്ഷേ ഒരു കസേര ബാക്കി കിടപ്പുണ്ട്. ആ കസേര അതെന്നറിയാമോ, ഓപ്പോസിഷനിൽ ഇതുപോലൊരു ലീഡർ വേണം. പ്രതിപക്ഷ നേതാവ് അണ്ണാമലയും വരുന്നുണ്ട്. അപ്പോൾ അണ്ണാമലയും സൂര്യയും കൂടെ യോജിക്കുമെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. കാരണം ഒരു റിയൽ സിംഗവും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിജയെ ഒന്ന് വിറപ്പിക്കാൻ പറ്റുന്ന ഒരു സിംഗ് അവിടെ ഉണ്ടാകും. അതായത് ഞാനൊരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വിജയ് ഒരുപാട് പേര് ജനങ്ങൾക്ക് വേണ്ടി സാറ് പറഞ്ഞ പോലെ ബസ്സിൽ ഫ്രീ ഇത് കൊടുത്തിരുന്നെങ്കിലും അവിടെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കി, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജയിലിലുള്ള ഭക്ഷണം എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു, ഇവിടെ കഞ്ഞിയും പയറും മതി എന്ന് പറയുന്നത് ഇതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങൾ. പക്ഷേ നിയമസഭയിനകത്ത് നടക്കുന്ന ഈ സിനിമാറ്റിക് കോമാളിത്തരം തന്നെ അതിനെ വിശേഷിപ്പിക്കാം. കാരണം സാർ അത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും വിജയ് സിനിമയിൽ ചോദിക്കുന്ന പോലെ എന്ന് പറഞ്ഞ് ബാക്കിലുള്ള ആളോട് ചോദിക്കുകയും അയാൾ പറയും ഇതാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിൻ്റെ ഇടയിൽ ഒരു സോങ് ചൊല്ലുകയും ഇനി അവിടെ നൃത്തം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോൾ വിജയ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് ഈ നിയമസഭയിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് എന്തൊരു മെസ്സേജാണ് സാർ ഇത് നൽകുന്നത്? അല്ല, അത് കുറച്ച് കഴിയുമ്പം വിജയ് ഇത് മാറ്റും. കാരണം വിജയ്ക്ക് പക്വത കുറവുണ്ട്. പക്വത എന്ന് വെച്ചാൽ രാഷ്ട്രീയ പക്വതയിൽ കുറച്ച് കുറവുണ്ട്. കാരണം രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും രണ്ടാണ്.
അവിടെ ടേക്ക് എന്ന് പറയുമ്പം ആക്ഷനും, ആക്ഷൻ എന്ന് പറയുമ്പം പിന്നെ കളി തുടങ്ങാനും കട്ടെന്ന് പറയുമ്പോൾ നിർത്താനും ഉള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. ഇവിടെ അതില്ല. അപ്പം നമ്മൾ റിയലായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലെങ്കിൽ ലോങ് റണ്ണിൽ അത് വിജയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുത്തും. സാധാരണ ഈ ഫിലിം ഫാൻ ഒക്കെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കും. പക്ഷേ അവിടെ ഗൗരവപൂരം കാണുന്ന ചില ജനതയുണ്ട്. ആ ജനതയെ കൂടെ അപ്രീഷിയേറ്റ് ചെയ്യണം മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി തൻ്റെ ഫാൻസിനെ മാത്രം കയ്യിലെടുത്താൽ പോരല്ലോ, എല്ലാവരെയും കയ്യിലെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ സീരിയസ് ആവേണ്ട രംഗം വരും. അത് ജയലളിതയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. എംജിആറിന് അത്രയും പ്രശ്നമില്ലായിരുന്നു. കാരണം എംജിആർ കുറച്ചുകൂടെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നു. DMKയുടെ ട്രഷറായിരുന്നു. അദ്ദേഹത്തിന് വളരെ നാളത്തെ DMKയുടെ ഒരു ബ്രെയിൻ വർക്കിന്റെ ഭാഗമായി എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയം പോകേണ്ടതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ബാക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ജയലളിതയ്ക്ക് അതില്ലായിരുന്നു. ജയലളിത ചുമ്മാതെ ജാനകിയുടെ വണ്ടിയിൽ ചാടിക്കയറുക, അവിടുന്ന് ചവിട്ടിയെടുത്ത് വെളിക്കളയുക, അതവർക്ക് പിന്നീട് ഗുണമായി. എങ്കിൽ പോലും ഈ ചില തേർഡ് റേറ്റ് ഷോകളും ചിലപ്പോൾ കാണിക്കാറുണ്ട്. പക്ഷേ അത് പിന്നീട് അവർ മാറ്റി. പിന്നീട് അവർക്ക് മനസ്സിലായി ഞാനിങ്ങനെ അല്ല, അടി പലത് പറ്റി, അഗ്രഹാരം ജയിലിലേക്ക് വരെ പോകേണ്ട അവസ്ഥ വന്നില്ലേ. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ അല്ല വേണ്ടത്. മുഖ്യമന്ത്രി കുറച്ചുകൂടെ ഗൗരവമായിരിക്കേണ്ട ആളാണ്. അപ്പോൾ പിന്നെ അമ്മ വരുന്നത് തന്നെ ഒരു വരവായിരുന്നു. ഒരു പവറാണ്. ആ പവറിലേക്ക് വരണമെങ്കിൽ ഞാനൊരു പവറാണെന്ന് ഇപ്പം നരേന്ദ്രമോദി പോകുന്ന കണ്ടില്ലേ. UN കയറി പോയാലും ട്രംപിൻ്റെ വൈറ്റ് ഹൗസിലേക്ക് കയറി പോയാലും ഇതെൻ്റെ വീടാണടാ എന്നുള്ള മട്ടിലാണ് പോകുന്നത്. ആ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് ഉള്ളിൽ നിന്ന് വരണം. അത് വരണമെങ്കിൽ അല്പം കൂടെ സമയമെടുക്കും. വിജയ്ക്ക് അതിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വിജയുടെ അഴിമതിയില്ലാത്ത ഭരണം, അല്ലെങ്കിൽ അഴിമതിയില്ലാത്തൊരു രാഷ്ട്രീയ ഭരണം തന്നെ തമിഴ്നാട് കാഴ്ചവെക്കട്ടെ. നമ്മളുടെ തൊട്ട അയൽ സംസ്ഥാനമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. വിജയ് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഭയങ്കര ടൈപ്പാണ്. 2 പ്രാവശ്യം പ്രധാനമന്ത്രിയെ കണ്ടു. അപ്പോൾ പറഞ്ഞ് തലയെ മുണ്ടിട്ട് പോകുന്ന പരിപാടി എനിക്കില്ല, ഞാൻ നേരെ താൻ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ പോയി 2 പ്രാവശ്യം പ്രധാനമന്ത്രിയെ കണ്ടു. പ്രധാനമന്ത്രിയുടെ ആശീർവാദം, സാമ്പത്തിക സപ്പോർട്ട് വാങ്ങിച്ചു. നീതി ആയോഗിൻ്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. നീതി ആയോഗ് എന്ന് പറയുന്നത് കൊള്ളില്ലാത്ത പരിപാടിയാണെന്നാണ് സ്റ്റാലിൻ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നീതി ആയോഗിൻ്റെ പല ബെനിഫിറ്റുകളും ഇന്ത്യ മൊത്തം നടത്തുന്ന പ്ലാനിങ്ങിൽ തമിഴ്നാട് കട്ട് ചെയ്യപ്പെട്ടു. അതെല്ലാം വിജയ് വാങ്ങിയെടുത്തു. ഇനി വാങ്ങിയെടുക്കും. വലിയൊരു രീതിയിലാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ കേന്ദ്രവും തമിഴ്നാടും തമ്മിൽ അടിക്കേണ്ടതല്ല, സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒന്നിച്ച് തമിഴ്നാട് ജനതയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടെന്നുള്ളൊരു സ്ലോഗൻ അവിടെ കൊണ്ടുവന്നു. എന്തായാലും വിജയുടെ സിനിമ പോലെ തന്നെ തമിഴ്നാട് ഗംഭീരമാവട്ടെ, ഓരോ ജനങ്ങൾക്കും അവിടെ ഇതാവട്ടെ. അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങൾക്ക്, നമ്മളുടെ സംസ്ഥാനത്ത് കേരളത്തിലാണെങ്കിൽ പോലും ഇതുപോലെയൊക്കെ ആവട്ടെ. നല്ല രീതിയിൽ പല കാര്യങ്ങളും ഗുണങ്ങളും, സ്ത്രീകൾക്ക് സുരക്ഷ, കുട്ടികൾക്കുള്ള സുരക്ഷ, ഇപ്പോഴും നമ്മളുടെ അവിടെ അത് പ്രശ്നമാണ്. വി ഡി സതീശൻ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. കേന്ദ്രത്തുമായിട്ട് ഒരു ബന്ധം. PM ശ്രീ ഷെയ്ക്കൻഡ് കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ഗുണം എന്താ? 2000 കോടി ഇപ്പോൾ വരും ട്രഷറി. അല്ല, അത് ചെയ്തപ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞത് മോദിയുടെ രീതി അനുസരിച്ചാണ് വീടി മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മളുടെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എന്തോ ആയിക്കോട്ടെ, എന്തായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള സുരക്ഷ ആദ്യം ഉറപ്പുവരുത്തിട്ട് ബാക്കി മുന്നോട്ട് പോട്ടെ. എന്തായാലും വിജയുടെ ഭരണം ഗംഭീരമാവട്ടെ, നമുക്ക് നിർത്താം. അത് വീടി ആയാലും വിജയ് ആയാലും ഇനി കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ള ആയാലും ശരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അവിടെ ഒരു വണക്കം കൊടുത്തില്ലെങ്കിൽ ചിലത് പ്രശ്നങ്ങളാവും. ആ പ്രശ്നങ്ങളായ പല മുഖ്യമന്ത്രിയുണ്ട്. അതിൽ എക്സാമ്പിളാണ് സ്റ്റാലിൻ അടക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.